ചിന്നക്കനാൽ പഞ്ചായത്തെ അപേക്ഷിച്ച് വലിയ വാശിയേറിയ മത്സരമാണ് നടന്നത്. കാരണം ഈ ഭരണം ആർക്കൊപ്പം എന്നുള്ളൊരു ചോദ്യചിഹ്നമെല്ലാം ഉണ്ടായിരുന്നു. UDFും സമഗ്രമായി തന്നെ പ്രചാരണ പരിപാടികൾ ഇറങ്ങി, LDFും അതോടൊപ്പം തന്നെ ഇറങ്ങി, അതോടൊപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും BJP അടക്കം രംഗത്തിറങ്ങി. അങ്ങനെ അവസാനം LDF ഭരണം പിടിച്ചു എന്ന് വേണം പറയാൻ. എത്ര സീറ്റുകൾ കരസ്ഥമായി? 9 സീറ്റ് LDF കരസ്ഥമാക്കിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു? എത്ര സീറ്റുകൾ കരസ്ഥമാക്കുന്നു? 14 സീറ്റിൽ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു LDFന്. ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇബലൊക്കെ വന്നതിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ചില വാർഡുകൾ കൈവിട്ട് പോയിട്ടുള്ളത്. അത് ഭാവിയിൽ നിങ്ങൾ തിരിച്ചു പിടിക്കും. BJP ശരിക്കും ഒരു വേരോട്ടത്തിന് തുനിഞ്ഞിരുന്നു. പക്ഷേ അവരൊരു വാർഡ് പിടിച്ച് അടക്കിയിട്ടുണ്ട്. ഇനി അവർ നിങ്ങൾക്കൊപ്പം വരും, അല്ലെങ്കിൽ അവർ തനിച്ചെന്ന് മത്സരിക്കും. കേരളത്തിൽ BJP ജയിച്ച വാർഡുകളെല്ലാം എന്ന് പറയുന്നത് നേരത്തെ കോൺഗ്രസ് ജയിച്ച വാർഡുകളെല്ലാം ഇപ്പോൾ BJP പിടിച്ചിട്ടുണ്ട്. അതിന് ഇവിടെ സംഭവിച്ചു. വള്ളിയമ്മ 15 കൊല്ലം കൊണ്ടുവരുന്ന വാർഡാണ് ഇപ്പോൾ BJP ജയിച്ചിരിക്കുന്നത്. UDFിൻ്റെ സ്ഥിരം വാർഡായിരുന്നത്. ആ വാർഡ് BJP കരസ്ഥമായിരിക്കുന്നു. ആ പ്രതിഭാസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആകമാനം ഉള്ള പ്രതിഭാസത്തിൻ്റെ ഭാഗമെന്നാണ്. ഇന്ത്യയിൽ BJPക്ക് വഴി കാട്ടുന്നത് കോൺഗ്രസ്സാണ്. ഇപ്പം തന്നെ കേരളത്തിൽ വാനോളം പുകഴ്ത്തി പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ, ആ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചിരിക്കുന്ന വാർഡുകളിലെല്ലാം കോൺഗ്രസ് 3 സ്ഥാനത്താണ്. LDFിൻ്റെ വിശിഷ്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാൻഡിഡേറ്റെല്ലാം തോറ്റിരിക്കുന്ന 1 വോട്ട്, 2 വോട്ട്, 23 വോട്ട് അങ്ങനെ തോറ്റിട്ടുള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ വീണ്ടും ശക്തമായ ഒരു ഭരണ സംവിധാനം 3ാം പ്രാവശ്യവും പിണറായി ഗവൺമെൻറ്റിന് വരും. അതിൻ്റെ മുന്നൊരുക്കം ഞങ്ങൾ നടത്തും. ചിന്നക്കനാൽ പഞ്ചായത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേയധികം പരാതികളുണ്ട്. അതായത് മാലിന്യമടക്കം രൂക്ഷമായ ഒരു പരാതികളുണ്ട്. കൂടാതെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സൂര്യനെല്ലിയിൽ നിരവധി സഞ്ചാരികൾ എത്തുന്ന കൊളുക്കുമല പ്രദേശത്ത് കൂടി വരുന്ന റോഡ് ഏകദേശം 3 കിലോമീറ്റർ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയാകുന്നു. ഭരണസമിതി മാറി മാറിയാണ് കുറ്റം പഴിചാരുന്നത്. ഈ തവണയെങ്കിലും ആ റോഡിൻ്റെ ഒരു ശാപമോക്ഷം ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ്. മറ്റുള്ള പഞ്ചായത്തുകൾക്കെല്ലാം വ്യത്യസ്തമായി കൊളുക്കുമല സർവീസുമായി ബന്ധപ്പെട്ട് തന്നെ ഈ പഞ്ചായത്തിന് 4 കോടി രൂപ പഞ്ചായത്തിന് അക്കൗണ്ടിലുണ്ടായിരുന്നു. അത് ഗവൺമെൻറ് ഫണ്ടല്ല. ആ ഫണ്ടെന്ന് പറയുന്നത് ഇവിടെ വരുന്ന സഞ്ചാരികളിൽ നിന്ന് മേടിക്കുന്ന ഒരു വിഹിതമാണ്. ആ ഫണ്ട് ഈ കഴിഞ്ഞ 1 മാസം കൊണ്ട് 1,13 ലക്ഷം രൂപ ഇവിടുന്ന് TTPC പല ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ നിങ്ങൾ പറയുന്ന ഈ മാലിന്യ പ്രശ്നം വളരെ സീരിയസ്ലിയാണ്. അതിനുവേണ്ടി ഒരു പണിയും ചെയ്യാതെ ഈ പൈസ മൊത്തം DTPC സെക്രട്ടറി സ്വന്തം ഇഷ്ടത്തിന് എടുത്തു മാറ്റുന്ന സ്ഥിതിശേഷം വന്നത്. ഇതിനെ സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പുതിയ ഭരണസമിതി വന്നാലും ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന മേഖല റോഡിൻ്റെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അതിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ആ ടെൻഡർ എടുത്ത ആളെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇപ്പോൾ ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസുമായിട്ട് CPMൻ്റെയും CPIയുടെയും ജില്ലാ സെക്രട്ടറിമാർ ഇടപെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റോഡിൻ്റെ പണി പൂർത്തീകരിക്കും. ഈ മുമ്പത്തെ ഭരണസമിതി CPIയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു. മുമ്പത്തെ ഭരണസമിതി എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ആയിരുന്നു. ഒരു 2 കൊല്ലം മാത്രമാണ് CPIയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതിന് മുമ്പെല്ലാം കോൺഗ്രസ് ആയിരുന്നു. അവരതിൻ്റെ പുറകെ ഒന്നും പോയിട്ടില്ല. അവരെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് ചിന്നക്കനാൽ പഞ്ചായത്തിൽ 3 കോടി രൂപ തനത് ഫണ്ട് ഉണ്ടായിരുന്ന പഞ്ചായത്ത് ഇപ്പോൾ 0 ബാലൻസാണ്. ഈ ഫണ്ടുകൾ ആവശ്യമില്ലാതെ മാലിന്യത്തിന് വേണ്ടിയിട്ട് ഡംപ് നിർമ്മിക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ 28 ലക്ഷം, അതുപോലെ സോളാർ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞത് 36 ലക്ഷം, അങ്ങനെ ചില സെക്രട്ടറിമാർ വ്യാപകമായിട്ട് അഴിമതി നടത്തി പൈസ എടുത്തുകൊണ്ട് പോയ ഫലമായി ഇപ്പോൾ 0 ബാലൻസാണ് തനത് ഫണ്ട്. അതെല്ലാം ഫണ്ട് പൊസിഷൻ ആക്കാനും മുഴുവൻ നികുതി പണവും പിരിച്ചെടുത്ത് ഈ നാട്ടിലെ സമഗ്രമായ വികസനത്തിന് ഈ വരുന്ന ഭരണസമിതി, ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതി നേതൃത്വം കൊടുക്കും. ഏത് വാർഡിലാണ് ചോദിച്ചേ? 2ാം വാർഡിലെ മുത്തുപാണ്ടി. അങ്ങനെയുണ്ട്. വികസനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും? ഉറപ്പായിട്ട് കൊണ്ടുപോകല്ലേ. കൊണ്ടുപോകാനല്ലേ നമ്മൾ വന്നേക്കുന്നത്. ഉറപ്പായിട്ട് കൊണ്ടുപോകും. എന്തൊക്കെയാണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? ആദ്യം ആ റോഡ് ചെയ്ത് കൊടുക്കും. പിന്നെ എല്ലാ കാര്യവും ചെയ്ത് കൊടുക്കാം നമുക്ക്. കുടിവെള്ള പദ്ധതി, കുടിവെള്ളം എല്ലാം യാഥാർത്ഥ്യമാക്കും. 2ാം വാർഡിൽ മെയിൻ കുടിവെള്ള ചെയ്ത് കൊടുത്തിരിക്കും. ഈ കുടിവെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ പവർ ഓഫീസ് വെള്ളച്ചാട്ടത്തിന് അപ്പുറം നിന്ന് ഒരു കുടിവെള്ള പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കിയിരുന്നു. അത് ലക്ഷം വീട് മില്യനും കോളനി കുടിവെള്ള പദ്ധതി എന്ന പേര്.
ഇപ്പോൾ ബഹുമാനപ്പെട്ട ദേവികുളം MLA 20 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പെല്ലാം NHൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവർ മാന്തി തൂര കളഞ്ഞു. അന്ന് NHകാർ എഴുതി പഞ്ചായത്തിലേക്ക് ഒരു ലെറ്റർ കൊടുത്തിരുന്നു, ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് നിങ്ങൾ കത്ത് തരികയാണെങ്കിൽ ഞങ്ങൾ അത് ചെയ്തു തന്നോളാമെന്നോ. അത് കഴിഞ്ഞ് ഭരണസമിതി അതിന് പുറകെ പോയിട്ടേ ഇല്ല, കഴിഞ്ഞ 2 ഭരണസമിതിയും. അതുകൊണ്ട് ഈ പുതിയ ഭരണസമിതി വരുമ്പോൾ തന്നെ അത് NHന് കത്ത് കൊടുക്കും. MLA എന്നിരിക്കുന്ന 20 ലക്ഷം കൂടെ ഉൾപ്പെടുത്തി ആ ചിന്നക്കനാൽ മേഖലയിലെ കുടിവെള്ള പദ്ധതിക്ക് ഒരു 2ാം വാർഡിലെ കുടിവെള്ള പദ്ധതിക്ക് ശാശ്വത പരിഹാരം കാണും. മറ്റുള്ള മേഖലയിൽ ലോക ബാങ്കിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു കുടിവെള്ള പദ്ധതി നേരത്തെ തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു. അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ധനലക്ഷ്മി മാരിമുത്തു എന്ന് പറയുന്ന വ്യക്തി അവസാനം ആ ഫയലിൽ കുറിച്ചു, മലയാളം പ്ലാന്റേഷൻ കമ്പനി ഇനി പെർമിഷൻ തരുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ 9 കോടിയുടെ പദ്ധതി നിലവിൽ ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ ഇരിപ്പുണ്ട്. ഇപ്പോഴും ഫയൽ 15 കൊല്ലമായിട്ട്. സത്യത്തിൽ അരുവികളും റോഡുകളും റോഡ് പുറമ്പോക്കും തോട് പുറമ്പോക്കും പാറ പുറമ്പോക്കും എല്ലാം പഞ്ചായത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. ഒരു മുടന്ന ന്യായം അതിൽ എഴുതിയിട്ടത് കൊണ്ട് മാത്രമാണ് ഒരു ദീർഘവീക്ഷണമോ ഒരു കൂടിയാലോചനയോ ഇല്ലാതെ അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ധനലക്ഷ്മി മാരിമുത്ത് എഴുതി വെച്ചുകൊണ്ടാണ് ചിന്നക്കാൽ പഞ്ചായത്തിൽ കുടിവെള്ള വിഷയത്തിന് പരിഹാരം കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത്. ആ ഫയലെല്ലാം തപ്പിപ്പിടിച്ചെടുത്ത് ശാശ്വതമായി ഈ പഞ്ചായത്തിലെ മുഴുവൻ തോട്ടം തൊഴിലാളികൾക്കും മുഴുവൻ ജനങ്ങൾക്കും റിസോർട്ടുകാർക്കും ഒക്കെ മീറ്റർ സംവിധാനം ഏർപ്പെടുത്തി കുടിവെള്ളം കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കും. ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളൊക്കെ ആയോ? അതെല്ലാം പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ കൂടി ആലോചിച്ച് തീരുമാനം എടുക്കുന്നതനുസരിച്ചായിരിക്കും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉണ്ടാകുക. സമഗ്രമായ വികസനമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും സഹായങ്ങളൊക്കെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ നാടിൻ്റെ വികസന കാര്യത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ. അങ്ങനെ പറയാൻ കാരണം അധികാരികളുടെ കടന്നുറപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ 1-2 ആളുകൾ ഇവിടെ കിടന്ന് ഒച്ചപ്പാടോ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് ജനമധ്യങ്ങളിലും അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ പത്രമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും വളരെ പങ്കുവയ്ക്കേണ്ടതാണ്. അതിൻ്റെ എല്ലാ സഹായവും വരുന്ന 5 വർഷം നിങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇത്തവണ സമഗ്രമായ വികസനം പഞ്ചായത്ത് ഭരണസമിതി കാഴ്ചവെക്കും എന്ന് തന്നെയാണ് നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.